എറണാകുളം സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം. കുട്ടിയെ ഇനി സ്കൂളിലേക്ക് അയക്കില്ലെന്ന് കുട്ടിയുടെ പിതാവ്. കുട്ടിയുടെ ആവശ്യപ്രകാരമാണ് തീരുമാനമെന്ന അച്ഛൻ. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ആദ്യം ഈ കുട്ടി അവധിയിൽ പോകുന്നു. സ്കൂളിന് പുറത്തുനിന്ന് എത്തിയവർ സ്കൂളിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷം സ്കൂൾ അധികൃതർ അവധി നൽകുന്നു. തുടർന്ന് ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നു. ഇതിന് പിന്നാലെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ മാനേജ്മെന്റിനെ സമീപിച്ച് കുട്ടി സ്കൂളിലേക്ക് വരാൻ തയ്യാറാണ്, എന്താണ് എങ്കിലും ഞങ്ങൾ യൂണിഫോം അത് അനുസരിക്കാൻ തീർച്ചയായും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നു. ഹൈക്കോടതി അടക്കം വിഷയത്തിൽ ഇടപെട്ടതുമാണ്. ഇതിനെല്ലാം പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ ഒരു പ്രകോപനപരമായ രീതിയിലുള്ള ഒരു പരാമർശം നടത്തുന്നതും പിന്നീട് വിഷയം കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും. ഇതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുട്ടി തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നതാണ്. ഇതിന് പിന്നാലെ ഇന്ന് പറയുന്നു കുട്ടിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി കുട്ടി സ്കൂളിലേക്കില്ല, ഞങ്ങൾ കുട്ടിയെ സ്കൂള് മാറ്റുന്നു എന്നുള്ളത്. എന്താണ് നിഷ ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? രാഷ്ട്രീയ ആ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂൾ എന്നാണ് രക്ഷിതാവ് അറിയിച്ചിട്ടുള്ളത്. ഇതിന് സ്കൂളിൽ നിന്ന് TC വാങ്ങും. കുട്ടിക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അതുകൊണ്ട് ഈ കുട്ടിയുടെ ആവശ്യപ്രകാരമാണ് TC വാങ്ങുന്നതെന്നാണ്, അല്ലെങ്കിൽ സ്കൂൾ മാറുന്നതെന്നാണ് പിതാവ് പറയുന്നത്. ഇനി സെന്റ് റീത്ത സ്കൂളിലേക്ക് കുട്ടിയെ വിടില്ല. സ്കൂൾ അധികൃതർ ഇതുവരെ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഈ കുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ സ്കൂൾ നിലപാട് അറിയിക്കാൻ സ്കൂൾ അധികൃതർ കുറച്ചു സമയം കഴിഞ്ഞ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. 10 മണിയോടുകൂടി ഒരു വാർത്താ സമ്മേളനം സ്കൂൾ അധികൃതർ നടത്തുന്നുണ്ട്. സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ തന്നെയാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. മാത്രമല്ല, ഈ വ്യാപകമായി തന്നെ, അതായത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുവെന്ന് സ്കൂൾ അധികൃതർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം സ്കൂളിലെ പ്രിൻസിപ്പൽ അടക്കം സംസാരിച്ചപ്പോഴും അക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം ആ സ്കൂളിൽ ആ കുട്ടിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും ഉണ്ടായില്ല. 7ാം തീയതി, ഈ മാസം 7ാം തീയതി ആ കുട്ടി ഹിജാബ് ധരിച്ച് എത്തുന്നു. അപ്പോൾ അത് സ്കൂളിലെ യൂണിഫോം കോഡിനനുസരിച്ചുള്ളതല്ല എന്ന് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയാണ്. അല്ലാതെ സ്കൂളിൽ നിന്ന് ഹിജാബിന്റെ പേരിൽ കുട്ടിയെ പുറത്താക്കിയിട്ടില്ല എന്ന ഒരു കാര്യം തന്നെയാണ് സ്കൂൾ അധികൃതർ ഉറപ്പിച്ചു പറയുന്നത്. പിന്നീട് ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം നൽകിയ റിപ്പോർട്ടിൽ പോലും വിദ്യാഭ്യാസ ഉപഡയറക്ടറെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ നൽകിയ റിപ്പോർട്ടിലും ഈ സ്കൂളിനെതിരെയായിരുന്നു പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ കാര്യങ്ങളെല്ലാം തന്നെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എറണാകുളം സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ കുട്ടിയെ ഇനി സ്കൂളിലേക്ക് അയക്കില്ല എന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത്. കുട്ടിയുടെ ആവശ്യപ്രകാരമാണ് തീരുമാനമെന്നും അച്ഛൻ പറയുന്നുണ്ട്. നിഷ ദിലീപാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.